അവിടുത്തെ മണ്ണിൽ വെച്ചപ്പോൾ ഈടിയ നിരത്തെന്നല്ല വേണ്ടതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരു പാമ്പ് കാണുമ്പോൾ എനിക്കത് സർവാധി ചോദിച്ചു വരും. കഞ്ഞി കുടിക്കാൻ വരേണ്ടത് വീട്ടിൽ നിന്ന് കുഞ്ഞു പ്രാവശ്യം കെട്ടിക്കൊണ്ട് വന്നപ്പോൾ പായി നാൽപ്പട്ടോ ഒന്ന് പൊളിച്ചു നോക്കണമായിരുന്നു. എന്നിട്ടിപ്പോ ഓരോ വേച്ചോ മൊങ്ങച്ചോ പറ്റും കേട്ടാൽ എന്താണ് അനുഭവിച്ചേക്കത്തി ഇത് വായി ഇരിക്കുന്നു. സർവ നേരോ ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ് വന്നപ്പോഴെങ്കിലും അടച്ചു വെക്കുന്നത്. ചില വൃത്തികെട്ട് ചിന്തികളുടെ കാര്യം കൊടുത്തപ്പോൾ അറിയാതെ കുത്തിപ്പോയതാ. ആ നേരാ അപ്പച്ചീനെ ഉണ്ടായിട്ട് തീരെ വൃത്തിയില്ല. അതിന് അപ്പച്ചനെ പറ്റിയാ ഞാൻ ഓർത്തത്. നിങ്ങൾ ആര് പറഞ്ഞു? പിന്നീട് വൃത്തിയില്ലാത്ത ഒരാൾ നീ മാത്രമേ ഉള്ളൂ. എന്തായാലും നിന്നെ പറ്റി ഓർത്ത് നീ തുപ്പുകയുള്ളൂ. ഒരു വൃത്തിക്കാരൻ അടുത്ത് വരുമ്പോൾ എന്തൊരു ഉടുമ്പനായിരുന്നു. എന്നിട്ട് പെരുന്നാളിന് ഒരുക്കിയിറക്കി കാളവണ്ടി പോലെ കെട്ടിച്ചമഞ്ഞ് ഇറങ്ങിക്കോ ഒരു ചതി കുമ്മാൻ എടുത്ത് പൊത്തിട്ടുണ്ടല്ലോ. എടി കാട് പിടിച്ചത് പൊക്കത്തില്ല കേട്ടോ. നിങ്ങൾ ഈ വീട്ടിൽ ഇത്തിരി സമാധാനം തരൂ. ഇങ്ങനെ പോയാൽ ഞാൻ പല ഭാഷയും പറഞ്ഞു പോകും. എന്നാൽ ഞാനായിട്ട് ഇനി ആർക്കും സമാധാനം കൊടുക്കാത്തതില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് നടക്കാൻ പോവാ. അമ്മച്ചൻ അവൾ പറഞ്ഞ് ശ്രദ്ധിച്ചോ? അവളൊരു പോങ്ങച്ച. അവളിപ്പോ കുഞ്ഞവരാനെ പോലും കുഞ്ഞൂന്നാ വിളിക്കുന്നത്. ആ കുഞ്ഞവളുടെ കെട്ടിയോടൊന്നും അല്ല, അത് അവളെ പുതിയ പേർഷ്യാപ്പട്ടിയാ. ഈ മണൽ മാഫിയെ കൂട്ടുപിടിച്ച് ഇതിലിറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കുഞ്ഞവളോട് പറഞ്ഞതാ, ഇത് അവരുടെ കലാശം. ഈ വരീറ്റിനോട് പറ, പോലീസ് സ്റ്റേഷനിൽ വരാൻ. ഞാൻ അവിടെ ഉണ്ടാകും. പിന്നെ തുടങ്ങിയോ? ഒന്ന് നിർത്താൻ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും പരസ്പര സ്നേഹത്തോടും നല്ലവണ്ണം അധ്വാനിച്ചും ജീവിക്കും. ഹലോ, അതെ ആളല്ലേ? ഓ, ഒരു വ്യക്തി പുറത്തു വന്നു. അതെയോ? സ്പിരിറ്റ് കച്ചവടം. പിന്നെ തീർച്ചയായിട്ടും ഞാനുണ്ടെന്നേ. എടി അല്ലേ പുതിയ ഗോളത്ത് സ്പിരിറ്റ്